എജ്യൂകെസ്റ്റ് അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള PSC ഇന്ന് 29/12/2025 നടത്തിയ ജൂനിയർ ടൈം കീപ്പർ സെയിൽസ് അസിസ്റ്റന്റ് പരീക്ഷയുടെ പ്രൊവിഷണൽ ആൻസർ കീ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 174/2025. നമുക്ക് പെട്ടെന്ന് തന്നെ ഉത്തരങ്ങളൊന്ന് പരിശോധിക്കാം. ആദ്യത്തെ ചോദ്യം: തിരുവിതാംകൂറിലെ ഊരൂട്ടമ്പലം പ്രതിഷേധം നയിച്ചത്? ഓപ്ഷൻ ബി മഹാത്മാ അയ്യങ്കാളി. കേരളത്തിലെ ഇമ്മാനുവൽ കോട്ടയും സെൻറ്റ് തോമസ് കോട്ടയും പണി കഴിപ്പിച്ചത്? ഓപ്ഷൻ സി പോർച്ചുഗീസുകാർ. ഡാഷ് കാലത്ത് ദേശീയ ഐക്യത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും പ്രതീകമായിരുന്നു മരിയാനെ? ഓപ്ഷൻ എ ഫ്രഞ്ച് വിപ്ലവം. 1936 ഇൻഡിപെൻഡൻ്റ് ലേബർ പാർട്ടി ആരംഭിച്ചത്? ഓപ്ഷൻ ഡി ഡോക്ടർ BR അംബേദ്കർ. പ്രസ്താവന എ ജാതി അനീതിയെ നിശിതമായി വിമർശിച്ചുകൊണ്ട് 1873 മഹാത്മാ ജ്യോതിബ ഫുലെ ഗുലാംഗിരി എന്ന കൃതി എഴുതി. കാരണം ആർ. ഈ പുസ്തകം സംസ്കൃത ഗ്രന്ഥങ്ങളെ ചോദ്യം ചെയ്യുകയും മഹാബലി, മഹിഷ തുടങ്ങിയ ആര്യന്മാരല്ലാത്ത യോദ്ധാക്കളെ വീരന്മാരായി അവതരിപ്പിക്കുകയും ചെയ്തു. ഓപ്ഷൻ എ. എയും ആറും ശരിയാണ്. ആർ എയുടെ ശരിയായ വിശദീകരണം ആണ്. താഴെ പറയുന്നവരിൽ ആരാണ് കേരള സംഗീത നാടക അക്കാദമിയുടെ ഇപ്പോഴത്തെ വൈസ് ചെയർപേഴ്സൺ? പ്രശസ്തനായ ഒരു കലാകാരനും സിനിമ പിന്നണി ഗായകനും കൂടിയാണ്. ഓപ്ഷൻ സി പുഷ്പവതി പൊയ്പ്പടത്ത്. മൊഹറോവിസിക് തുടർച്ചയില്ലായ്മയെക്കുറിച്ചുള്ള ഇനി പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഓപ്ഷൻ എ 1 and 3 മാത്രം. ഭൂകമ്പ തരംഗങ്ങളുടെ പ്രവണത താഴത്തെ പുറന്തോടിൻ്റെയും മുകളിലെ മാൻഡിലിൻ്റെയും അതിരുകൾക്കിടയിലുള്ള തുടർച്ചയില്ലായ്മ സൂചിപ്പിക്കുന്നു. 1909 എ മൊഹറോവിസിക് ആണ് ഈ തുടർച്ചയില്ലായ്മ കണ്ടെത്തിയത്. യൂട്രോഫിക്കേഷനിലേക്ക് നയിക്കുന്ന താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരിയല്ലാത്തത്? നദിയിലെ വിഷരാസവസ്തുക്കളുടെ സാന്ദ്രതയിൽ വർധനവ്, നദിയിലെ ജൈവ പോഷകങ്ങളുടെ സാന്ദ്രതയിലെ വർധനവ്, സൾഫ്യൂരിക് ആസിഡിൻ്റെ ഉയർന്ന സാന്ദ്രതയാൽ മലിനമായ വെള്ളം. ശരിയല്ലാത്തത് ഓപ്ഷൻ സി 1, 3 മാത്രം. താഴെ കൊടുത്തിരിക്കുന്ന ലിസ്റ്റ് എ താപവൈദ്യുത നിലയങ്ങൾ, ലിസ്റ്റ് ബി സംസ്ഥാനവുമായി പൊരുത്തപ്പെടുത്തുക. ഓപ്ഷൻ ബി 1, 3, 2, 1, 3, 4, 4, 2. ചന്ദ്രപൂർ മഹാരാഷ്ട്ര, ബനാസ് ഗുജറാത്ത്, രാമഗുണ്ടം തെലങ്കാന, ദുർഗാപൂർ പശ്ചിമ ബംഗാൾ. കുമയോൺ ഹിമാലയത്തിൻ്റെ സ്ഥാനം കൃത്യമായി വിവരിക്കുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ ഡി 2 മാത്രം. സത്ലജ് നദിക്കും കാളി നദിക്കും ഇടയിൽ. തൃശ്ശൂരിലെ മണ്ണുത്തിയിലുള്ള കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ ഏത് വിള ഗവേഷണമാണ് നടത്തുന്നത്? ഓപ്ഷൻ എ അരി. 2025 ജനുവരി 28 മുതൽ ഫെബ്രുവരി 14 വരെ നടന്ന 38ാമത് ദേശീയ ഗെയിംസിന് ആതിഥേയത്വം വഹിച്ച സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻ ഡി ഉത്തരാഖണ്ഡ്. ശ്രീമതി ബാർബറ വൂട്ടൻ്റെ അഭിപ്രായത്തിൽ ചില പൊതു അധികാരികൾ സാമ്പത്തിക മുൻഗണനകൾ ബോധപൂർവം തിരഞ്ഞെടുക്കുന്നത് താഴെ പറയുന്നവയിൽ ഏതിനാണ് ബാധകമാകുന്നത്? ഓപ്ഷൻ ബി സാമ്പത്തിക ആസൂത്രണം. 1991 പുതിയ സാമ്പത്തിക നയത്തിൻ്റെ പ്രധാന സവിശേഷതകൾ എന്തൊക്കെയാണ്? ഓപ്ഷൻ എ ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം. കാർഷിക വിളകളുടെ MSP നിശ്ചയിക്കുന്നതിനുള്ള C2+50% ഫോർമുല നിർദ്ദേശിച്ചുകൊണ്ട് ഉൽപ്പാദന ചെലവ് C2 അടിസ്ഥാനമാക്കിയുള്ളതായിരിക്കണമെന്ന് ആരാണ് നിർദ്ദേശിച്ചത്? ഓപ്ഷൻ ഡി സ്വാമിനാഥൻ കമ്മീഷൻ.
താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിൻ്റെ വിജയത്തിലേക്ക് നയിച്ചത്? ഓപ്ഷൻ സി, തീവ്ര കാർഷിക ജില്ലാ പരിപാടി, തീവ്ര കാർഷിക മേഖലാ പരിപാടി, ഉയർന്ന വിളവ് നൽകുന്ന വൈവിധ്യ പരിപാടി. താഴെ പറയുന്നവയിൽ ഏതാണ് നേരിട്ടുള്ള നികുതി? ഓപ്ഷൻ ബി, കോർപ്പറേറ്റ് നികുതി. ഇന്ത്യയിലെ നിലവിലുള്ള GST നിരക്ക് ഘടന എന്താണ്? ഓപ്ഷൻ എ 0%, 5%, 12%, 18%, 28%. 1919 ഇന്ത്യ ഗവൺമെൻറ് ആക്ട് പ്രകാരം താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരിയായത്? ഓപ്ഷൻ ഡി, മുകളിൽ പറഞ്ഞ എല്ലാം. 1, 2, 3. കേന്ദ്രത്തിലെ ദ്വിസഭ സെൻട്രൽ പബ്ലിക് സർവീസ് കമ്മീഷൻ സ്ത്രീകൾക്ക് വോട്ടവകാശം നൽകിയിട്ടുണ്ട്. 1976 42-ാം ഭരണഘടനാ ഭേദഗതി ആക്ടിൻ്റെ ആമുഖത്തിൽ ചേർത്ത വാക്കുകൾ. ഓപ്ഷൻ സി 2, 3, 4 മാത്രം. സോഷ്യലിസ്റ്റ്, ഐക്യവും സമഗ്രതയും, മതേതരം. ഗവർണർക്ക് താഴെ പറയുന്ന പ്രവർത്തനങ്ങൾ ഉണ്ട്. ഓപ്ഷൻ ഡി, മുകളിൽ പറഞ്ഞ എല്ലാം. ഓർഡിനൻസുകൾ പുറപ്പെടുവിക്കുക, സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം ശുപാർശ ചെയ്യുക, സംസ്ഥാന നിയമസഭ പാസാക്കിയ ബിൽ രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്കായി മാറ്റിവെക്കുക, ഒരു മന്ത്രി തീരുമാനമെടുത്തിട്ടുണ്ടെങ്കിലും മന്ത്രിസഭ അത് പരിഗണിച്ചിട്ടില്ലെങ്കിൽ ഗവർണർക്ക് മുഖ്യമന്ത്രിയോട് അത് കൗൺസിലിന് സമർപ്പിക്കാൻ ആവശ്യപ്പെടാം. സംസ്ഥാനത്തിൻ്റെ അഡ്വക്കേറ്റ് ജനറൽ എന്നതിനെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഓപ്ഷൻ സി 3, 4 മാത്രം. ഹൈക്കോടതി ജഡ്ജിയാക്കാൻ യോഗ്യതയുള്ള ആൾ ഗവർണറുടെ ഇഷ്ടമുള്ളിടത്തോളം കാലം അഡ്വക്കേറ്റ് ജനറൽ പദവി വഹിക്കും. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 330, 332 പറയുന്നത് ഓപ്ഷൻ ബി 1, 2 മാത്രം. ലോക്സഭയിൽ പട്ടികജാതി പട്ടികവർഗക്കാർക്കുള്ള രാഷ്ട്രീയ സംവരണം, വിധാൻസഭയിലെ പട്ടികജാതി പട്ടികവർഗക്കാർക്കുള്ള രാഷ്ട്രീയ സംവരണം. മൂന്നാം കക്ഷി വ്യവഹാര ഫണ്ടിങ്ങിനെ കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകൾ ഏതൊക്കെയാണ് ശരിയെന്ന് വിലയിരുത്തുക. ഓപ്ഷൻ എ 1, 2 മാത്രം. പൊതുതാൽപര്യ വ്യവഹാരങ്ങൾക്ക് TPLF സഹായിക്കുന്നു. ബാർ കൗൺസിലിംഗ് ഓഫ് ഇന്ത്യ വേഴ്സസ് AK ബാലാജി എന്ന വിധിന്യായത്തിൽ സുപ്രീം കോടതി TPLFന് പച്ചക്കൊടി കാണിച്ചു. ആർട്ടിക്കിൾ 32 പരാമർശിച്ചിരിക്കുന്ന കാരണങ്ങളല്ലാതെ സുപ്രീം കോടതിക്ക് റിട്ട് പുറപ്പെടുവിക്കാൻ അധികാരം നൽകാൻ പാർലമെന്റിനെ അനുവദിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളാണ്? ഓപ്ഷൻ എ ആർട്ടിക്കിൾ 139. താഴെ പറയുന്നവയിൽ ഏതാണ് കേരള സംസ്ഥാന ആസൂത്രണ ബോർഡിൻ്റെ സാങ്കേതിക വിഭാഗം അല്ലാത്തത്? വ്യവസായ അടിസ്ഥാന സൗകര്യ വിഭാഗം, സംയോജിത ധനകാര്യ വിഭാഗം, സാമൂഹിക സേവന വിഭാഗം, പൊതുധനകാര്യ നയവിശകലന വിഭാഗം. സാങ്കേതിക വിഭാഗം അല്ലാത്തത് ഓപ്ഷൻ സി 2, 4 മാത്രം. കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷനെക്കുറിച്ചുള്ള തെറ്റായ പ്രസ്താവനകൾ തിരിച്ചറിയുക. 2006 ഡിസംബറിലെ ഗസറ്റ് വിജ്ഞാപനത്തിലൂടെ വിവരാവകാശ നിയമത്തിലെ സെക്ഷൻ 15(1) പ്രകാരം സ്ഥാപിതമായത് സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറും 4 സംസ്ഥാന വിവരാവകാശ കമ്മീഷണർമാരും ഉൾപ്പെടുന്നു. കമ്മീഷണർമാരുടെ കാലാവധി 5 വർഷമോ 65 വയസ്സ് വരെയോ ആണ്. ഒരു അന്വേഷണ സമയത്ത് ഒരു സിവിൽ കോടതിയുടെ അധികാരമുണ്ട്. തെറ്റായ പ്രസ്താവനകൾ തിരിച്ചറിയുക. ഓപ്ഷൻ ബി 1, 2, 3 പ്രസ്താവനകളാണ് തെറ്റായത്. കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് 2005 ഡിസംബർ 19 സംസ്ഥാന വിവരാവകാശ കമ്മീഷനിൽ ഒരു മുഖ്യ വിവരാവകാശ കമ്മീഷണറും 5 സംസ്ഥാന വിവരാവകാശ കമ്മീഷണർമാരുമാണ് ഉള്ളത്. 2005 നിയമപ്രകാരം 5 വർഷമോ 65 വയസ്സ് വരെയോ ആണ് കാലാവധി ആയിരുന്നത്. പക്ഷേ 2019 വിവരാവകാശ ഭേദഗതി നിയമപ്രകാരം കമ്മീഷണർമാരുടെ കാലാവധി 3 വർഷം അല്ലെങ്കിൽ 65 വയസ്സ് വരെയായി കേന്ദ്ര സർക്കാർ നിശ്ചയിച്ചിട്ടുണ്ട്.
താഴെ പറയുന്നവയിൽ ഏതാണ് കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ ജില്ലയായി പ്രഖ്യാപിച്ചത്? ഓപ്ഷൻ ബി എറണാകുളം. ഇന്ത്യയിൽ ദേശീയമായി പ്രഖ്യാപിച്ച ദുരന്തമല്ലാത്തത് ഏതാണ്? കീടാക്രമണം, മേഘവിസ്ഫോടനം, ശീതതരംഗം, ഉഷ്ണതരംഗം. ദുരന്തമല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ ഡി ഉഷ്ണതരംഗം, സൂര്യാഘാതം. ആയുഷ്മാൻ വയോവന്ദന കാർഡുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന തിരിച്ചറിയുക. ഈ പദ്ധതി PMJAYയുടെ കീഴിൽ വരുന്നു. 70 വയസ്സോ അതിൽ കൂടുതലോ പ്രായമുള്ള 5 ലക്ഷത്തിൽ താഴെ വരുമാനമുള്ള മുതിർന്ന പൗരന്മാർക്ക് മാത്രം 5 ലക്ഷം രൂപ വരെ സൗജന്യ ആരോഗ്യ പരിരക്ഷ വാഗ്ദാനം ചെയ്യുന്നു. ഒരേ വീട്ടിലെ എല്ലാ പ്രായമായ വ്യക്തികൾക്കും പരിരക്ഷ പങ്കിടും. തെറ്റായ പ്രസ്താവന തിരിച്ചറിയുക. ഓപ്ഷൻ ബി ആണ് തെറ്റായ പ്രസ്താവന. കേരള സർക്കാർ ജീവനക്കാരുടെ പെരുമാറ്റച്ചട്ടങ്ങൾ ഏത് വർഷമാണ് നടപ്പിലാക്കിയത്? ഓപ്ഷൻ സി 1960. താഴെ പറയുന്നവയിൽ ഏതാണ് ഗ്രാമവികസന കമ്മീഷണറേറ്റിൻ്റെ കീഴിൽ വരാത്തത്? തദ്ദേശ സ്വയംഭരണ വകുപ്പ്, MGNREGA സംസ്ഥാന സെൽ, നീർത്തട വികസന പരിപാടി, കേരള സംസ്ഥാന ഗ്രാമീണ റോഡ് വികസന ഏജൻസി. ഗ്രാമവികസന കമ്മീഷണറേറ്റിൻ്റെ കീഴിൽ വരാത്തത് ഓപ്ഷൻ എ തദ്ദേശ സ്വയംഭരണ വകുപ്പ്. 2024 ദേശീയ ഐക്യദിനത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരംഭിച്ച പ്ലാറ്റ്ഫോമിൻ്റെ പേര് എന്താണ്? ഓപ്ഷൻ ഡി മേരാ യുവഭാരത് പ്ലാറ്റ്ഫോം. താഴെ പറയുന്നവ പൊരുത്തപ്പെടുത്തുക. ഓപ്ഷൻ എ 1B, 2D, 3A, 4C. ദേശീയ ഹരിത ട്രിബ്യൂണൽ 2010, ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ 1988, കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ 2005, സെക്യൂരിറ്റീസ് അപ്പലേറ്റ് ട്രിബ്യൂണൽ 1992. 2024 വയലാർ രാമവർമ്മ സ്മാരക സാഹിത്യ പുരസ്കാരം ആർക്കാണ് ലഭിച്ചത്? ഓപ്ഷൻ ബി അശോകൻ ചെരുവിൽ. 2024 ലോക ക്ലൈമറ്റ് ഉച്ചകോടി എവിടെയാണ് നടന്നത്? ഓപ്ഷൻ സി ബാക്കു. മനുഷ്യകോശങ്ങളിലെ ഗോൾഗി വസ്തുക്കളുടെ പ്രാഥമിക പ്രവർത്തനം എന്താണ്? ഓപ്ഷൻ ഡി പോസ്റ്റ് ട്രാൻസ്ലേഷണൽ മോഡിഫിക്കേഷനും പ്രോട്ടീൻ പാക്കേജിങ്ങും. വിറ്റാമിൻ B1 തയാമിൻ കുറവുള്ള ഒരു രോഗി താഴെ പറയുന്നവ പ്രകടിപ്പിക്കുന്നു. ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവയെല്ലാം ബെറിബറി വെർണിക്കെ കോർസാക്കോഫ് സിൻഡ്രോം, പെരിഫറൽ ന്യൂറോപ്പതി. ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് ഏത് ജനുസിൽ പെടുന്നു? ഓപ്ഷൻ ബി ലെൻറ്റി വൈറസ്. ഇന്ത്യയിൽ ആദ്യമായി COPD തടയുന്നതിനും കൈകാര്യം ചെയ്യുന്നതിനും ലക്ഷ്യമിട്ടിട്ടുള്ള താഴെ പറയുന്ന പൊതുജനാരോഗ്യ പരിപാടികളിൽ ഏതാണ് കേരളം ആരംഭിച്ചത്? ഓപ്ഷൻ ബി ശ്വാസ്. താഴെ പറയുന്നവയിൽ ഏതാണ് ന്യൂറോ ഡീജനറേറ്റീവ് രോഗം അല്ലാത്തത്? ഓപ്ഷൻ ഡി അഡിസൺസ് രോഗം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പശ്ചാത്തല വികിരണമുള്ള ജില്ലകൾ ഏതാണ്? ഓപ്ഷൻ സി കൊല്ലം. കേരളത്തിൽ നിന്ന് അടുത്തിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട പ്രൈമറി അമീബിക് മെനിങ്കോ എൻസെഫലൈറ്റിസ് എന്ന രോഗത്തിന് കാരണമാകുന്നത് താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ എ നൈഗ്ലേറിയ ഫൗളേരി. 2024 ലോകാരോഗ്യ ദിനത്തിൻ്റെ പ്രമേയം? ഓപ്ഷൻ ബി എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം. ഭൂമിയെ ചുറ്റി വൃത്താകൃതിയിലുള്ള ഭ്രമണപഥത്തിൽ സഞ്ചരിക്കുന്ന ഒരു കൃത്രിമ ഉപഗ്രഹത്തെ പരിഗണിക്കുക. ഉപഗ്രഹത്തിൻ്റെ ചലനത്തെക്കുറിച്ച് ഇനി പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരിയായിട്ടുള്ളത്? ഓപ്ഷൻ ബി വേഗത സ്ഥിരമാണ് പക്ഷേ ത്വരണം വേരിയബിൾ ആണ്. ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവത്തെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഓപ്ഷൻ ഡി 2ഉം 3ഉം ശരിയാണ്. തീവ്രത സ്ഥിരമായിരിക്കുമ്പോൾ വികിരണത്തിൻ്റെ ആവൃത്തിയിലെ വർധനവ് ഫോട്ടോ ഇലക്ട്രോണുകളുടെ ഗതികോർജ്ജത്തിലെ വർധനവിന് കാരണമാകും. ആവൃത്തി സ്ഥിരമായിരിക്കുമ്പോൾ വികിരണത്തിൻ്റെ തീവ്രതയിലെ വർധനവ് കൂടുതൽ ഫോട്ടോ ഇലക്ട്രോണുകളുടെ
പുറന്തള്ളലിന് കാരണമാകും. ഒരു ടാപ്പിൻ്റെ അറ്റത്ത് സ്വതന്ത്രമായി തൂങ്ങിക്കിടക്കുന്ന ഒരു തുള്ളി വെള്ളം ഗോളാകൃതി പ്രാപിക്കുന്നത് ഡാഷ് കാരണമാണ്. ഓപ്ഷൻ ബി പ്രതലബലം. 2025 ജനുവരി 16 ബഹിരാകാശ ഡോക്കിംഗ് വിജയകരമായി പൂർത്തിയാക്കിയ 4ാമത്തെ രാജ്യമായി ഇന്ത്യ മാറി. ഡാഷ് എന്ന പേരിലുള്ള ഒരു ദൗത്യത്തിൽ ISRO 2 ചെറിയ ബഹിരാകാശ പേടകങ്ങളെ ചേസർ, ടാർഗറ്റ് എന്നിവ വിജയകരമായി ബഹിരാകാശത്ത് ഡോക്ക് ചെയ്തു. വിടവുകൾ പൂരിപ്പിക്കുക. ഓപ്ഷൻ എ സ്പാഡെക്സ്. തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഓപ്ഷൻ സി 1 and 4. N2 തന്മാത്രയ്ക്ക് ട്രിപ്പിൾ ബോണ്ട് ഉണ്ട്. N2 തന്മാത്രയ്ക്ക് O2 തന്മാത്രയേക്കാൾ ചെറിയ ബോണ്ട് ലെങ്ത് ഉണ്ട്. അയോണിക് ആരങ്ങൾ വർദ്ധിക്കുന്ന ക്രമത്തിൽ അയോണുകൾ ക്രമീകരിക്കുക. ഓപ്ഷൻ ബി Mg2+ Na+, F-, O2-, N3-. ആമാശയം സ്രവിക്കുന്ന ഗ്യാസ്ട്രിക് ജ്യൂസിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ്? ഓപ്ഷൻ ഡി ഹൈഡ്രോക്ലോറിക് ആസിഡ്. ചന്ദ്രയാൻ 3 പ്രഗ്യാൻ റോവർ ചന്ദ്രോപരിതലത്തിൽ ഏത് മൂലകത്തിൻ്റെ സാന്നിധ്യം സ്ഥിരീകരിച്ചു? ഓപ്ഷൻ സി സൾഫർ. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ഭാരതീയ സാഹിത്യ ശില്പികൾ എന്ന ജീവചരിത്ര പരമ്പരയിൽ പുറത്തുവന്ന മലയാള സാഹിത്യ പ്രതിഭകളുടെ ജീവചരിത്രകാരന്മാരെ പരിഗണിക്കുമ്പോൾ ചുവടെ പ്രസ്താവിക്കുന്ന ജോഡികളിൽ ചേരാത്തത് ഏത്? KP കേശവമേനോൻ, V പാറുക്കുട്ടിയമ്മ, വൈക്കം മുഹമ്മദ് ബഷീർ, MN കാരശ്ശേരി, ഇളംകുളം കുഞ്ഞൻപിള്ള, J പത്മകുമാരി, NP മുഹമ്മദ്, KS ജയശ്രീ. ചേരാത്തത് ഓപ്ഷൻ സി. ഇളംകുളം കുഞ്ഞൻപിള്ളയുടെ ജീവചരിത്രം രചിച്ചത് A ശ്രീധരമേനോൻ ആണ്. മധ്യേഷ്യയിലും മംഗോളിയയിലും കണ്ടുവരുന്ന സൂദ് എന്ന കാലാവസ്ഥാ പ്രതിഭാസത്തെ അടിസ്ഥാനപ്പെടുത്തി ചുവടെ പരാമർശിക്കുന്ന പ്രസ്താവനകളിൽ നിന്നും ശരിയായ ഉത്തരശ്രേണി കണ്ടെത്തുക. ഓപ്ഷൻ ഡി മുകളിലെ പ്രസ്താവനകളിൽ എല്ലാം 1, 2, 3, 4 ശരിയാണ്. ശക്തമായ കാറ്റ്, മഞ്ഞുവീഴ്ച എന്നിവയോട് കൂടി -30°C താഴെ വരെ തണുപ്പ് അനുഭവപ്പെടാൻ ഇട നൽകുന്ന കഠിന കാലാവസ്ഥാ പ്രതിഭാസമാണ് സൂദ്. കറുത്ത സൂദ് എന്നത് മഞ്ഞുവീഴ്ച ഇല്ലാത്ത അതിശൈത്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. 2024 സൂദ് മൂലം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അത്യാപത്തിനെ നേരിടാൻ വേണ്ട പദ്ധതികൾക്കായി മംഗോളിയൻ സർക്കാർ തങ്ങളുടെ ഉപപ്രധാനമന്ത്രിയെ തന്നെയാണ് രംഗത്തിറക്കിയത്. 2023-24 ശൈത്യകാലത്ത് കഴിഞ്ഞ 50 വർഷത്തിനിടയിൽ ഏറ്റവും വലിയ മഞ്ഞുവീഴ്ചയ്ക്കാണ് മംഗോളിയ എന്ന രാജ്യം സാക്ഷ്യം വഹിച്ചത്. ചുവടെ പറയുന്ന പരമ്പരാഗത കലകളുടെ സവിശേഷത അല്ലാത്തതേത്? നമ്പൂതിരി ബ്രാഹ്മണരുടെ ഇടയിൽ പ്രചാരത്തിലുള്ള ഒരു അനുഷ്ഠാന കലയാണ് ഐവർ കളി. ഗൊപ്പിയാളം എന്ന കലാരൂപം കേരളത്തിലേക്ക് എത്തിയത് ആന്ധ്രാപ്രദേശിൽ നിന്നുമാണ്. പാലക്കാട് അവതരിപ്പിച്ച് കാണുന്ന തോൽപ്പാവക്കൂത്തിൻ്റെ ഇതിവൃത്തം പ്രധാനമായും കൈക്കൊണ്ടിരിക്കുന്നത് തമിഴ് കമ്പരാമായണത്തിൽ നിന്നുമാണ്. കാസർഗോഡ് കുമ്പളിയിലെ പാർത്ഥി സുബ്ബ കവിയാണ് യക്ഷഗാനത്തെ പരിഷ്കരിച്ചത്. പരമ്പരാഗത കലകളുടെ സവിശേഷത അല്ലാത്തത് ഓപ്ഷൻ എ. ഐവർ കളി പ്രധാനമായും കേരളത്തിലെ വിശ്വകർമ്മ സമുദായങ്ങൾ അവതരിപ്പിക്കുന്ന ഒരു അനുഷ്ഠാന കലാരൂപമാണ്. നമ്പൂതിരി സമുദായവുമായി ബന്ധപ്പെട്ട സമാനമായ അനുഷ്ഠാന കല സംഘക്കളിയാണ്. ഏത് രാജ്യത്തായിരുന്നു ഇന്ദ്രൻ എന്ന ദേവന്റെ പ്രീതിക്കായി പന്തൻ എന്ന ചെടിയുടെ തണ്ടുപയോഗിച്ചുകൊണ്ട് പന്തൻ യുദ്ധം അഥവാ പെരാങ് പന്തൻ എന്ന പരമ്പരാഗത ഏറ്റുമുട്ടൽ ആചാരരീതി അരങ്ങേറിയിരുന്നത്? ഓപ്ഷൻ സി ഇന്തോനേഷ്യ. റഷ്യൻ സാഹിത്യകാരനായ ദസ്തോവെസ്കിയുടെ പ്രസിദ്ധമായ നോവലായ കുറ്റവും ശിക്ഷയും ക്രൈം ആൻഡ് പണിഷ്മെന്റ് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയവരെ പരിഗണിക്കുമ്പോൾ ശരിയായ ഉത്തരം ഏത്? ഓപ്ഷൻ ഡി എല്ലാവരും. 1, 2, 3, 4. ഇടപ്പള്ളി കരുണാകരമേനോൻ, വേണു വി ദേശം, KP ബാലചന്ദ്രൻ, ഡോക്ടർ KP ശശിധരൻ. ഇന്ത്യൻ MMA മിക്സഡ് മാർഷൽ ആർട്ട് കായികതാരം പൂജ തോമർ അറിയപ്പെടുന്ന വിളിപ്പേര് എന്താണ്? ഓപ്ഷൻ ബി ദി സൈക്ലോൺ. കേരളത്തിലെ സ്പോർട്സുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ സി രണ്ടും. കേരളത്തിലെ ആദ്യത്തെ നീന്തൽ ക്ലബ്ബ് എന്ന വിശേഷണമുള്ള ഡോൾഫിൻ ക്ലബ്ബ് തിരുവനന്തപുരത്ത് സമീപം
പിരപ്പൻകോട് സ്ഥാപിക്കുന്നതിന് മുൻകൈയെടുത്തത് എൻ പരമേശ്വരൻ നായരാണ്. മലപ്പുറം ജില്ലയിലാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ സെവൻസ് ഫുട്ബോൾ മാച്ചുകൾ നടക്കുന്നത്. താഴെ പറയുന്നവയിൽ ഏത് പ്രോഗ്രാമിംഗിലെ ഒരു നിർദ്ദേശം അല്ല? ഓപ്ഷൻ സി, ഡീബഗ്ഗിംഗ് ഇൻസ്ട്രക്ഷൻ. OSI മോഡലിൽ ഹബ്ബ് പ്രവർത്തിക്കുന്ന ലെയർ ഏതാണ്? ഓപ്ഷൻ ബി, ഫിസിക്കൽ ലെയർ. വെബ് ബ്രൗസറിൻ്റെ പ്രധാന പ്രവർത്തനം എന്താണ്? ഓപ്ഷൻ സി, വെബ് പേജുകൾ റിട്രീവ് ചെയ്ത് പ്രദർശിപ്പിക്കുക. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപകരണങ്ങൾക്കായി ലിനക്സ് അധിഷ്ഠിത ഓപ്പറേറ്റിംഗ് സിസ്റ്റം അടുത്ത കാലത്ത് വിളംബരം ചെയ്ത കമ്പനി ഏതാണ്? ഓപ്ഷൻ ബി, ഗൂഗിൾ. TOB ഇൻഡെക്സ് പ്രകാരം 2024 ഏറ്റവും പ്രശസ്തമായ പ്രോഗ്രാമിങ്ങിനുള്ള ഭാഷ ഏതാണ്? ഓപ്ഷൻ എ, പൈത്തൺ. 2005 വിവരാവകാശ നിയമപ്രകാരം പൊതുപ്രവർത്തനങ്ങളുമായി ബന്ധമില്ലാത്തതും ആരുടെയെങ്കിലും സ്വകാര്യതയിലേക്ക് കടന്നുകയറ്റം നടത്തുന്നതുമായ വ്യക്തിഗത വിവരങ്ങൾ പങ്കിടാൻ പാടില്ല ഒരു കേന്ദ്ര അല്ലെങ്കിൽ സംസ്ഥാന പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറോ അപ്പീൽ അതോറിറ്റിയോ കൂടുതൽ പൊതുതാൽപര്യമുള്ളതിനാൽ വെളിപ്പെടുത്തലിനെ ന്യായീകരിക്കുന്നുവെന്ന് കണ്ടെത്തുന്നില്ലെങ്കിൽ ഈ പ്രസ്താവന ഓപ്ഷൻ എ ശരി. 2021 ഉപഭോക്തൃ സംരക്ഷണ നിയമങ്ങൾ ജില്ലാ കമ്മീഷൻ, സംസ്ഥാന കമ്മീഷൻ, ദേശീയ കമ്മീഷൻ എന്നിവയുടെ അധികാരപരിധി പ്രകാരം ഓപ്ഷൻ ഡി 1, 2, 3 ശരിയാണ്. ജില്ലാ കമ്മീഷൻ 50 ലക്ഷം രൂപ വരെ വിലയുള്ള സാധനങ്ങളെയോ സേവനങ്ങളെക്കുറിച്ചുള്ള പരാതികൾ കൈകാര്യം ചെയ്യുന്നു. സംസ്ഥാന കമ്മീഷൻ 50 ലക്ഷത്തിൽ കൂടുതലും 2 കോടി രൂപ വരെ വിലയുള്ള സാധനങ്ങളെയോ സേവനങ്ങളെയോ കുറിച്ചുള്ള പരാതികൾ പരിഹരിക്കുന്നു. ദേശീയ കമ്മീഷൻ 2 കോടി കൂടുതലുള്ള സാധനങ്ങളെയോ സേവനങ്ങളെയോ കുറിച്ചുള്ള പരാതികൾ കൈകാര്യം ചെയ്യുന്നു. 2016 വികലാംഗരുടെ അവകാശ നിയമപ്രകാരം വികലാംഗൻ എന്നാൽ ദീർഘകാല ഡാഷ് വൈകല്യമുള്ള ഒരു വ്യക്തിയെയാണ് അർത്ഥമാക്കുന്നത്. തടസ്സങ്ങളുമായുള്ള ഇടപെടലിൽ മറ്റുള്ളവരുമായി തുല്യമായി സമൂഹത്തിൽ പൂർണ്ണവും ഫലപ്രദവുമായ പങ്കാളിത്തത്തെ തടസ്സപ്പെടുത്തുന്നു. ഓപ്ഷൻ ഡി, മുകളിൽ പറഞ്ഞവയെല്ലാം ശാരീരികം, മാനസികം, ബൗദ്ധികം അല്ലെങ്കിൽ ഇന്ദ്രിയം. 2013 ജോലിസ്ഥലത്ത് സ്ത്രീകൾക്കെതിരായ ലൈംഗിക പീഡനം നിയമത്തിലെ വ്യവസ്ഥകൾ പ്രകാരം ഒരു ജോലിസ്ഥലത്തെ ഒരു തൊഴിലുടമ ഒരു ആന്തരിക കമ്മിറ്റി സ്ഥാപിക്കുന്നതിൽ പരാജയപ്പെടുകയോ ഈ നിയമത്തിലെയോ അതിൻ്റെ നിയമങ്ങളിലെയോ ഏതെങ്കിലും വ്യവസ്ഥകൾ ലംഘിക്കുകയോ ചെയ്താൽ അയാൾക്ക് ഡാഷ് രൂപ വരെ പിഴ ചുമത്താം. ഓപ്ഷൻ സി, 50,000. ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളിൻ്റെ അടിസ്ഥാനത്തിലാണ് 1985 അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽസ് ആക്ട് നടപ്പിലാക്കിയത്? ഓപ്ഷൻ ബി, 323A. 2024 ലോക ബൗദ്ധിക സ്വത്തവകാശ സംഘടനയുടെ പ്രമേയം എന്താണ്? ഓപ്ഷൻ എ, IP-യും സുസ്ഥിര വികസന ലക്ഷ്യങ്ങളും നവീകരണവും സർഗാത്മകയും ഉപയോഗിച്ച് നമ്മുടെ പൊതുഭാവി കെട്ടിപ്പടുക്കുക. അടുത്തതായി മാത്സ് ചോദ്യങ്ങൾ ഉത്തരങ്ങൾ നോക്കാം. 71 ഓപ്ഷൻ സി 12 കിലോമീറ്റർ. 72 ഓപ്ഷൻ എ 9 ദിവസം. 73 ഓപ്ഷൻ ബി 40. 74 ഓപ്ഷൻ എ 15. 75 ഓപ്ഷൻ സി 25. 76 ഓപ്ഷൻ ബി 20 ഡിഗ്രി. 77 ഓപ്ഷൻ ഡി 1. 78 ഓപ്ഷൻ ബി 24 കിലോമീറ്റർ. 79 ഓപ്ഷൻ ഡി 120 മീറ്റർ. 80 ഓപ്ഷൻ സി ശനിയാഴ്ച. അടുത്തതായി ഇംഗ്ലീഷ് ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ നോക്കാം. A person who helps others especially through charitable work or donations of money. Option B, philanthropist. From which language does the word democracy come? Option D, Greek. Add the correct question tag. Please lend your book dash question mark. Option C, will you.
Had I not seen this with my own eyes, I dash it. Option D, would not have believed. Hazardous means option A, dangerous. The correct word for tending to change. Option B, changeable. Neither food nor water dash to be found there. Option A, was. Select the correct sentence. Option C, you need not do it. Which is the word that means based on what seems to be so without further or deeper investigation? Option C, prima facie. Transform the given sentence without any change of meaning. Oh, that I were young again. Option B, I wish that I were young again. അടുത്തതായി മലയാളം ചോദ്യങ്ങൾ. ലേഖകൻ എന്ന പദത്തിൻ്റെ എതിർലിംഗം ഏതാണ്? ഓപ്ഷൻ ബി, ലേഖിക. ദൃഢം എന്ന വാക്കിന് വിപരീതമായി വരുന്ന പദം ഏത്? ഓപ്ഷൻ എ, ശിഥിലം. താഴെ ഇറങ്ങി എന്ന പദം പിരിച്ചെഴുതുന്നത് എങ്ങനെ? ഓപ്ഷൻ സി, താഴെ പ്ലസ് ഇറങ്ങി. ഭീമന്റെ പുത്രി ഒറ്റപ്പദം കണ്ടെത്തുക. ഓപ്ഷൻ ഡി, ഭൈമി. നവം എന്ന പദത്തിന് നാനാർത്ഥമായി വരുന്ന ജോഡി ഏതാണ്? ഓപ്ഷൻ എ, പുതിയത് 9. ആദരാലെങ്കിലും കോരി വിളമ്പിയാൽ സ്വാദില്ല എന്നു വരും ഇതു നിർണയം. ആരുടെ വരികൾ? ഓപ്ഷൻ സി, കുഞ്ചൻ നമ്പ്യാർ. മുഖം എന്ന പദത്തിന് പര്യായമായി വരുന്ന പദം കണ്ടെത്തുക. ഓപ്ഷൻ എ, ഹാസ്യം. ഹൃദയതാളം വിഗ്രഹിച്ചെഴുതുക. ഓപ്ഷൻ എ, ഹൃദയത്തിൻ്റെ താളം. അക്കാലം സന്ധി നിർണയിക്കുക. ഓപ്ഷൻ എ, ദ്വിത്വസന്ധി. ശരിയായ പദമേത്? അനുഗ്രഹീതൻ. ഓപ്ഷൻ എ. മേൽ പറഞ്ഞ ഉത്തരങ്ങളെല്ലാം തന്നെ കേരള PSCയുടെ പ്രൊവിഷണൽ ആൻസർ കീ പ്രകാരമുള്ള ഉത്തരങ്ങളാണ്. ഉത്തരങ്ങളിൽ മാറ്റമുണ്ടെങ്കിൽ PSC അത് ഫൈനൽ ആൻസർ കീയിലൂടെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.